6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എമിലിയെ വീണ്ടും കണ്ടു. ജെയിംസൺ ജോൺ സാറിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിക്കാണ് ഞാൻ അവസാനമായി എമിലിയെ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ആ ദിവസം മറന്നിട്ടുണ്ടാകില്ല. ഞാൻ അന്ന് പേര് ചോദിച്ചപ്പോൾ അടുത്ത തവണ പറയാമെന്ന് പറഞ്ഞവൾ നടന്നുപോയി. അന്നേ ഞാനാണ് എമിലി എന്നവൾ പറഞ്ഞിരുന്നേൽ ജെനസിസിൻ്റെ തുടക്കത്തിലെ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ സോർട്ട് ചെയ്തേനെ. ഒരുപക്ഷെ ഞങ്ങൾ മുന്നേ കണ്ടേനെ. കഴിഞ്ഞ 6 വർഷമായി ഇരുട്ടിന് പിന്നാലെയാണ് എമിലിയും. മാധ്യമപ്രവർത്തനം എമിലിക്ക് ബാക്കിയുള്ളവർക്കായി നടത്തുന്ന പോരാട്ടമാണ്. ഒരുപാട് പേരെ കണ്ടു. ഡീപ് സ്റ്റേറ്റിൻ്റെ ഭീകരത അവൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നു. ഒടുവിൽ എഫ്ഒഡിൻ്റെ പിടിയിലുമായി. ഈ ഇൻഫർമേഷൻ എന്നാൽ റെസിസ്റ്റൻസ് ഫോഴ്സിന് കിട്ടി. അവിടേക്ക് എന്നെ അയച്ചു. അങ്ങനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയാണ് ഞാൻ എമിലിയെ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വീണ്ടും സിഗരറ്റ് വലിച്ചു. തിരികെ എലമെൻറ്റിൻ്റെ അടുത്തേക്കാണോ പോകുന്നത് എന്നവൾ ചോദിച്ചു. ക്ലാഡ് അന്ന് ബേസ് അറ്റാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ റെസിസ്റ്റൻസ് ഫോഴ്സ് 3 ടീമായി 3 സ്ഥലത്താണിപ്പോൾ. ഒരുമിച്ച് കൂടിയിട്ട് കുറച്ചായി. എമിലിക്ക് പകുതി ആരോഗ്യമേ ഉള്ളൂ എന്ന് തോന്നി. 2 ദിവസം അടുപ്പിച്ച് ഉറങ്ങണം എന്നവൾ പറഞ്ഞിരുന്നു. എനിക്ക് പോകേണ്ടത് ദ്രോണാഗിരിയിലേക്കാണ്, നേപ്പാളിനടുത്ത്. അടുത്തുള്ള ക്യാമ്പിലാക്കി തരാമെന്നും തിരിച്ചു വരുമ്പോൾ ഞാൻ വന്ന് എലമെൻറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും ഞാൻ അവളോട് പറഞ്ഞു. എന്നാൽ എമിലി കൂട്ടാക്കിയില്ല. എന്നോടൊപ്പം പോന്നു. അങ്ങനെ ഞങ്ങൾ ദ്രോണാഗിരിയിലെത്തി. റെസിസ്റ്റൻസിൻ്റെ ഒരു സീക്രട്ട് ഹൈഡൗട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ആളുകളുള്ള ഒരു ക്യാമ്പുമുണ്ട്. അവിടുത്തെ സയൻറ്റിസ്റ്റിൽ ഒരാളുമായി ഞാൻ സംസാരിച്ചു. എഫ്ഒഡിൻ്റെ ഒരു ബേസ് ഓഫ് ഓപ്പറേഷൻ അവിടെ ഉണ്ട്. പെലിക്കൺ മലയിടുക്കിനിടയിൽ ഒരു വലിയ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻഫെക്റ്റഡ്സ് ഇല്ല. എന്നാലും ചില ദിവസങ്ങളിൽ ഇൻഫെക്റ്റഡ്സിനെ ഓരോരോ ശരീരങ്ങളായി ഞങ്ങളുടെ ക്യാമ്പിലെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ആരും അറിയാതെ കടക്കണം. കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇതാണ് ആവശ്യം. വൈകുന്നേരമാകാൻ ഞാൻ കാത്തിരുന്നു. എമിലി കൂടെ വരാമെന്ന് പറഞ്ഞു. അത് റിസ്ക് ആണെന്നും ഞാൻ പറഞ്ഞു. അവൾ എന്നെ നോക്കി ചിരിച്ചു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഷീ ഈസ് മോർ എക്സ്പീരിയൻസ്ഡ് ദാൻ മീ. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ഗാർഡ്സിൻ്റെ പെട്രോളിംഗ് ഞങ്ങൾ ശ്രദ്ധിച്ചു. 2 ഗാർഡ്സിനെ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്തു. അവിടെ ലേഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാണിനെയും പെണ്ണിനെയും കിട്ടി. ഞങ്ങൾ ഗാർഡ്സിൻ്റെ വേഷം ധരിച്ച് അകത്ത് കയറി. മുഖം മൂടിയിട്ടുണ്ട് വേഷത്തിൽ. എന്തോ എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ മെയിൻ ഇൻറ്റീരിയറിലെത്തി. അവിടെ നിന്ന ഒരു മെയിൻ ഗാർഡ് ഞങ്ങളെ നോക്കി പറഞ്ഞു, ടൈമായി, ആളെ എത്തിക്കാൻ പോകൂ എന്ന്. എക്സ്പെരിമെൻറ്റിനുള്ള അടുത്ത ആളാണെന്ന് മനസ്സിലായി. അവിടേക്ക് പോകുന്ന ഒരു ഗാർഡിൻ്റെ കൂടെ ഞങ്ങളും താഴെ ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ ആ കാഴ്ച കണ്ട് ഞങ്ങൾ അസ്വസ്ഥരായി. കുറേ സെല്ലുകളിലായി ആളുകളെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോഴേക്കും അടുത്തുള്ള ലിഫ്റ്റ് ഓപ്പണായി. അവരുടെ ജനറൽ എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങി വന്നു. റിച്ചാർഡ്, മൈ റിച്ചാർഡ്. പഴയതുപോലെ 2 കാലുകളുമായി ബലവാനായി നിൽക്കുന്നു. ഞാൻ സ്തംഭിച്ചുപോയി. അവൻ എഫോഡിയൻ്റെ ആളായിരിക്കുന്നു. ഇതെങ്ങനെ? ഇതെല്ലാം ആലോചിച്ച് എൻ്റെ മനസ്സെങ്ങോട്ടോ പോയി. എമിലി എന്നെ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ തിരികെ വന്നത്. അപ്പോഴേക്കും റിച്ചാർഡ് പോയിരുന്നു. ആ കൂടെ വന്ന ഗാർഡ് ഒരു പെൺകുട്ടിയുടെ മുടിയിൽ പിടിച്ച് കൊണ്ടുവന്നു ഒരു സെല്ലിനകത്ത് നിന്നും. അയാൾ അടുത്തെത്തിയപ്പോൾ ഞാൻ കയ്യിലുള്ള തോക്ക് വെച്ച് അയാളുടെ നെറ്റിയിലിടിച്ചു. അയാളുടെ ബോധം പോയി. ഞങ്ങൾ 2 മുഖംമൂരി ഊരി ആ പെൺകുട്ടിയോട് കാര്യം ചോദിച്ചു. അവരെല്ലാം അടുത്ത ഗ്രാമത്തിലുള്ളവരാണ്. ഒരു ദിവസം റിച്ചാർഡും ആൾക്കാരും അവരെ കൂട്ടത്തോടെ പിടിച്ചു കൊണ്ടുവന്നു. ഓരോ ദിവസങ്ങളിലായി അവരുടെ ആളുകളെ എക്സ്പെരിമെൻറ്റിന് കൊണ്ടുപോകുന്നു. തിരിച്ച് മറ്റൊരു സെല്ലിൽ കൊണ്ടിടും. അവർ പിന്നീട് ഇൻഫെക്റ്റഡ്സായി മാറും. അവരെ പിന്നീടാണ് ബേസ്മെൻറ്റിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ കൊണ്ടുപോകുന്നവരെ തിരികെ കാണാറില്ല. അവരും മാറിയിട്ടുണ്ടാകും. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു ശബ്ദങ്ങളെല്ലാം. യെസ്, കൗണ്ട്ലെസ് നമ്പേഴ്സ്. എമിലി എങ്ങനെയോ പെൺകുട്ടിക്ക് ധൈര്യം നൽകി ഉടൻ തിരികെ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവൾ ശാന്തിയായി മടങ്ങി. ഇനി ഞങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് എന്താണെന്നറിയണം. ഞങ്ങൾ ആരും കാണാതെ എക്സ്പെരിമെൻ്റ് റൂം കണ്ടുപിടിച്ചു. റിച്ചാർഡ് അകത്തുണ്ട്. ഞങ്ങൾ ഹിഡൻ ക്യാമറ വെച്ച് അകത്ത് കയറി ഷൂട്ട് ചെയ്തു. ആളെ കാണാത്തതുകൊണ്ട് അടുത്ത ഗാർഡ് ബേസ്മെൻറ്റിൽ കയറാൻ ടൈമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ ബോധം കെട്ട് കിടക്കുന്ന ഗാർഡിനെ കാണുമ്പോൾ അവർ അലേർട്ടാകും. അതിനു മുന്നേ ഇറങ്ങണം. വന്ന വഴി ഇറങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. പക്ഷേ അപ്പോഴേക്കും അലാറം അടിച്ചു. ഞങ്ങൾ ഗാർഡ്സിനെ ബോധം കെടുത്തിയ ഇടത്തെത്തിയപ്പോൾ അവർ ഓൾറെഡി എഴുന്നേറ്റിരുന്നു. കൂടെ വേറെയും ഗാർഡ്സ്.
അവിടെ വച്ച് ചെറിയ സംഘട്ടനത്തിലായി. റിച്ചാർഡ് വരുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഹെൽമറ്റെല്ലാം കളഞ്ഞു എമിലിയെ എടുത്ത് ഞാൻ പെലിക്കൺ മലയുടെ ഒരു വശത്തേക്ക് ചാടി. അവിടെ പിടിച്ച് മുകളിൽ കയറി. റിച്ചാർഡ് അപ്പോഴേക്കും അവരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലെത്തി. ഞങ്ങളും അവനുമായി വളരെ നല്ല ദൂരമുണ്ട്. റിച്ചാർഡ് കണ്ണടച്ചു. എന്നിട്ട് നേരെ നോക്കിയത് എക്സാക്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്. ഹി എക്കോ ലൊക്കേറ്റഡ് അസ്. ബട്ട് ഹൗ? വാമ്പയർ സിറമിൻ്റെ പവർ അവനിലും കണ്ടു. അവൻ എന്നെ നോക്കി വളരെ കണ്ണിങ് ആയി ചിരിച്ചു. അവൻ്റെ വലത് കൈ തിളങ്ങുന്നത് ഞാൻ കണ്ടു, ലൈക്ക് എ ഡയമണ്ട്. എന്നെ എമിലി വലിച്ചുകൊണ്ടോടി.